ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ലെറ്റ് ലാബ് ലേണിംഗ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്രെയിമിംഗ് വാല്യൂസ് ഫോർ കൊമേഴ്സിലെ ഫസ്റ്റ് മോഡ്യൂളിലെ തേർഡ് ചാപ്റ്ററാണ്, ദറ്റ് ഇസ് ട്രിസ് വിത്ത് ഡെസ്റ്റിനി. സോ ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടാണ് എല്ലാ ചാപ്റ്റേഴ്സും റിവോൾവ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ തന്നെ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്, ട്രിസ് വിത്ത് ഡെസ്റ്റിനി. സോ ഇറ്റ് ഈസ് എ ഫേമസ് സ്പീച്ച് ഡെലിവേർഡ് ബൈ Jawaharlal Nehru, a tryst with destiny, which is on the eve of India's independence at the midnight on August 14, 1947. August 14, 1947 അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിൻ്റെ തലേ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പീച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ കുറച്ച് ലെങ്തി ആണ്, പക്ഷേ ഞാനൊരു സിമ്പിളാക്കി ഒരു എന്താ പറയുക സമ്മറി പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ അഡ്രസ്സ് മാത്രമല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു ഡീപ്ലി ഇമോഷണൽ, ഒരു ഫിലോസഫിക്കൽ, വിഷണറി റിഫ്ലക്റ്റ് ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ സ്ട്രഗിൾ ആയിരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഓവർ എ മിഡ് നൈറ്റ്, അല്ലേ? ഒരു ദിവസം രാത്രി കൊണ്ട് നടന്നിട്ടുള്ള കാര്യമല്ല ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അത് ജസ്റ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഈ സ്പീച്ചിൽ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഹി അക്നോളജ് ദ ലോങ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം, പെയ്ഡ് ട്രിബ്യൂട്ട് ടു ഫ്രീഡം ഫൈറ്റേഴ്സ്. ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഓർത്തുകൊണ്ടൊക്കെയാണ് ആൾ ഈ സ്പീച്ച് പറയുന്നത്. എസ്പെഷ്യലി മഹാത്മാഗാന്ധിനെ ഓർത്തുകൊണ്ടാണ് ആൾ ഈ സ്പീച്ച് പറയുന്നത്. ആൻഡ് ഹി എംഫസൈസ് ഇൻഡിപെൻഡൻസ് വാസ് നോട്ട് ദ എൻഡ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്തല്ല, അവസാനമല്ല, ഒന്നിൻ്റെ അവസാനമല്ല, പക്ഷേ ഇന്ത്യയുടെ ജേർണീൻ്റെ ഒരു ബിഗിനിങ് ആണ്. ഇന്ത്യൻ്റെ ജേർണീൻ്റെ ഒരു തുടക്കമാണ് ഇൻഡിപെൻഡൻസ്, ഒന്നിൻ്റെ അവസാനമല്ല. സ്ട്രഗിൾസ് ഒക്കെ അവസാനിച്ചു, ശരിയാണ്, പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇന്ത്യ ജസ്റ്റ് എല്ലാവരെയും ഈക്വലൈസ് ചെയ്യാൻ പോകുന്നത്, പ്രോഗ്രസീവ് ആയിട്ടൊരു നേഷനായിട്ട് മാറാൻ പോകുന്നത്. എല്ലാം കൊണ്ടും ഇന്ത്യക്ക് മാറ്റം വരാൻ വേണ്ടി പോകുകയാണ്. ആൻഡ് ഹി സ്റ്റാർട്ട്സ് വിത്ത് ലോങ് ഇയേഴ്സ് അഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടി നമ്മൾ ട്രിസ്റ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ഡെസ്റ്റിനിയോട്, നിമിത്തത്തിനോട് നമ്മളൊരു ഉടമ്പടി വെച്ചേക്കാണ്. അപ്പം നെഹ്റു പറയാണ്, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇന്ത്യനോട് തന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോമിസ് ചെയ്തത്? ടു ഗെയിൻ ഫ്രീഡം. ഫ്രീഡം ഗെയിൻ ചെയ്യും, നമ്മൾ ഫ്രീഡം ഗെയിൻ ചെയ്യും എന്നുള്ള, സ്വാതന്ത്ര്യം ഗെയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യം ആണ് ഇന്ത്യനോട് തന്നെ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യം. നൗ ദ മൊമെന്റ് ഹാസ് അറൈവ്ഡ്. ഇപ്പോഴാണ് ആ നിമിഷം വന്നെത്തിയിട്ടുള്ളത്. അറ്റ് മിഡ് നൈറ്റ് വെൻ ദ വേൾഡ് ഇസ് അസ്ലീപ്. ഒരുപാട് നമ്മൾ ഈ വേൾഡ് ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഇന്ത്യ വേക്സ് അപ്പ് ടു എ ന്യൂ ലൈഫ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക്, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജീവിതത്തിലേക്കാണ് ഇന്ത്യ കണ്ണു തുറക്കാൻ പോകുന്നത് എന്ന് പറയാണ്. ആൻഡ് എ റെയർ ആൻഡ് പവർഫുൾ മൊമെന്റ് ഇൻ ഹിസ്റ്ററിയിലെ, ചരിത്രത്തിൽ ഏറ്റവും നമുക്ക് ഓർക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഏർജസ് എവ്രി വൺ ടു ഡെഡിക്കേറ്റ് ദെംസെൽസ് ടു സെർവിങ് ദ നേഷൻ ആൻഡ് ഫുൾ ഹ്യൂമാനിറ്റി. അപ്പം നമ്മൾ എല്ലാവരും മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യണം, സെർവ് ചെയ്യണം, നേഷന്, നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യണം എന്നുള്ളത് ജവഹർലാൽ നെഹ്റു ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ ആൾ പറഞ്ഞു തുടങ്ങുന്ന കാര്യമാണ്, അറ്റ് ദ ഡോൺ ഓഫ് ഹിസ്റ്ററി ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, നെഹ്റു എപ്പോഴും പറയുന്നത് ഇന്ത്യക്ക് ഭയങ്കര ലോങ് ഹിസ്റ്ററി ഉണ്ട്. അതായത് എപ്പോഴും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ആസ് വെൽ ആസ് സ്ട്രഗിൾസ്. ആ അച്ചീവ്മെൻറ്റ്സിൻ്റെ പിന്നിലൊക്കെ, എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിൽ എന്തുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടല്ലേ, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ആൻഡ് ഡെസ്പൈറ്റ് മെനി ഹാർഡ്ഷിപ്സ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ നെവർ ലോസ് സൈറ്റ് ഓഫ് ഹർ ഐഡിയൽസ്. ആണെന്നുണ്ടെങ്കിലും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ ഐഡിയൽസ്, ഇന്ത്യക്ക് എന്തൊക്കെയാണോ വാല്യുബിൾ ആയിട്ടുള്ളത്, ഇന്ത്യക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കേണ്ടത്, അതൊന്നും എവിടെയും കളഞ്ഞു പോയിട്ടില്ല എന്ന് പറയാണ്. വിത്ത് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ബിഗിൻസ് എ ന്യൂ ചാപ്റ്റർ ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് മസ്റ്റ് യൂസ് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് ഗ്രേറ്റർ പ്രോഗ്രസ്. അപ്പം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നേഷന്, ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ത്യ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പറയാണ്. വിത്ത് ദിസ് ഇൻഡിപെൻഡൻസ് എന്ന് ആണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഫ്രീഡം ആൻഡ് പവർ കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഇത് നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ്. ഫ്രീഡം ആൻഡ് പവർ കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം, പവർ ഇപ്പം എങ്ങനെ കിട്ടുന്നത്, നമ്മൾ ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് കിട്ടുന്നത്, അല്ലേ? നമ്മൾ തോളം ഉത്തരവാദിത്വമുള്ള ആൾക്കാരാണോ, അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീഡം കിട്ടും, നമുക്ക് ആസ് വെൽ ആസ് നമുക്ക് പവറും കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ ഹി റിമൈൻഡ്സ് പീപ്പിൾ ദാറ്റ് ഫ്രീഡം കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ചുമതലകൾ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ദ ന്യൂ ഗവൺമെൻറ് റെപ്രസെൻറ്റ് ദ പീപ്പിൾ മസ്റ്റ് സെർവ് ദം. പണ്ടുണ്ടായിരുന്ന സിസ്റ്റം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഫ്യൂഡൽ സിസ്റ്റമായിരുന്നു. അതായത് വലിയ ജാതിയിലുള്ള ആൾക്കാർ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ എന്താ പറയുക അടിച്ചമർത്തുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതോടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ് വരുന്നത്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണുള്ളത് അല്ലേ. അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ് അങ്ങനെയാണ് നമ്മൾ പറയുക. സോ ബൈ ദ പീപ്പിൾ of the people, for the people, of the people, for the people. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ് ഇനി നമ്മൾ ഭരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറയാണ്. All the pain of struggle is fresh. The focus should be building the future and fulfilling the promises during the freedom movement. അപ്പോൾ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എന്തൊക്കെയാണോ നമ്മൾ എടുത്തിട്ടുള്ള പ്രോമിസസ് അതൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം, ഒക്കെ നമ്മൾ നേടിയെടുക്കണം. അതാണ് നമ്മുടെ ഇനിയുള്ള ചുമതലകൾ എന്ന് പറയാണ്. ആൻഡ് ദെൻ ഹി സേസ് ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് മില്യൺസ് ഹു സഫർ. ഇന്ത്യയുടെ സർവീസ് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്ന സഫർ ചെയ്യുന്ന ആൾക്കാരുടെ സർവീസ് ആണെന്ന് പറയാണ്. അപ്പം നെഹ്റു ഔട്ട്ലൈൻ ചെയ്യുന്നത് മിഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ്. അതായത് നമ്മളെ ഇന്ത്യ പണ്ട് ഭയങ്കര പോവർട്ടി, അതായത് പട്ടിണി അനുഭവിച്ചിട്ടുള്ള, ഒരുപാട് ഡിസീസസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള, അവഗണനകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം അവിടെ എന്താണ് ഇന്ത്യൻ്റെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിമൂവ് പോവർട്ടി, അതായത് പട്ടിണി ഒഴിവാക്കണം, ഇഗ്നോറൻസ്, അതായത് ഇതുപോലെ മാറ്റി നിർത്തപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം, ആൻഡ് ഡിസീസസ്, അസുഖങ്ങൾ ഒഴിവാക്കണം, ഇനീക്വാലിറ്റി ആസ് എഫ് സെഡ്, എന്താ ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഈ ജാതി പറഞ്ഞൊക്കെ ഇനീക്വാലിറ്റി, തൊട്ടുകൂടായ്മ, അൺടച്ചബിൾസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുക, അങ്ങനെ ഈ അൺടച്ചബിലിറ്റി, ഇങ്ങനെ ഈ ഇന്നീക്വാലിറ്റി, സമത്വമില്ലായ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഹി കോട്ട്സ് ഗാന്ധിസ് ഡ്രീം. അപ്പം ഗാന്ധിൻ്റെ ഡ്രീം, ഗാന്ധിജിൻ്റെ ഏറ്റവും വലിയ ഡ്രീമിനെയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണത്? ടു വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ, ടു വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ, എല്ലാ കണ്ണുകളിൽ നിന്നിട്ടും എല്ലാവരുടെയും കണ്ണുനീര് തുടച്ചു മാറ്റുക. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ള കാര്യമാണ് ഗാന്ധിജിയുടെ ഡ്രീം. അതാണ് നമ്മൾ ഇനി നടത്തേണ്ടതെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദോ ഡിഫിക്കൽട്ട്, നെഹ്റു സേസ് ദിസ് ഇസ് എ റിയൽ വർക്ക് ഓഫ് ഫ്രീഡം ആൻഡ് ഇറ്റ് മസ്റ്റ് കണ്ടിന്യൂ ആസ് ലോങ് ആസ് സഫറിങ് എക്സിസ്റ്റ്. അപ്പം നമ്മൾ ഇതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളായിരുന്നു. അപ്പം എത്രത്തോളമാണോ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് അത്രത്തോളം നമ്മൾ ഇനിയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയാണ്. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പണിയെടുക്കണം, നമ്മൾ കഷ്ടപ്പെടണം, എന്നിട്ടൊക്കെ നമ്മൾ എന്തിനാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫ്രീഡം ഉണ്ടാകും, നമുക്ക് പവർ വരും എന്നാണ് പറയുന്നത്. ആൻഡ് നെഹ്റു urges everyone to work hard to turn dreams into reality. ഡ്രീംസ്, സ്വപ്നങ്ങളെ റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നെഹ്റു എല്ലാവരോടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ഹി എംഫസൈസസ് ദാറ്റ് ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് മസ്റ്റ് വർക്ക് വിത്ത് അതർ നേഷൻസ്. ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഒരു വേൾഡിൻ്റെ ചെറിയ പാർട്ട് തന്നെയാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ബാക്കിയുള്ള നേഷൻസിൻ്റെ കൂടെയും വർക്ക് ചെയ്യണം. ഫ്രീഡം ആവട്ടെ, സമാധാനമാവട്ടെ, പ്രോസ്പെരിറ്റി ആവട്ടെ, ആർ നൗ ഷെയർ ഗ്ലോബൽ ഗോൾസ്. ഇന്ത്യ കനോട്ട് സക്സീഡ് അലോൺ. ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ഇതിലൊന്നും സക്സീഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്ത് വേണം, എല്ലാവരുടെയും പിന്തുണ വേണം. ആൻഡ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി മേക്ക് എൻ appeal, and he asked the citizen of India to join hands with faith. നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കണം, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, യൂണിറ്റി, കോപ്പറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം, ഒരു കാര്യം നമ്മൾ തല്ലുവിടാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയണം. ഹി സേസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ടൈം ഫോർ ബ്ലെയിം ഓർ ക്രിറ്റിസിസം. നമ്മൾ ബ്ലെയിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുക, ടു മോക്ക് സമ്മൺ. ബ്ലെയിം മീൻസ് ടു മോക്ക് സമ്മൺ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതല്ല ഇവിടെയുള്ള കാര്യം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളല്ല. ക്രിറ്റിസിസം മീൻസ് കുറ്റപ്പെടുത്തലുകളല്ല ഇവിടെ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ബിൽഡിങ് എ സ്ട്രോങ് ആൻഡ് ഫ്രീ ഇന്ത്യ, ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു ഇന്ത്യനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും മോട്ടീവ് എന്ന് പറയാണ്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അത് ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയല്ല വേണ്ടതെന്ന് പറയാണ്. ആൻഡ് എ നേഷൻ വെർ എവറി സിറ്റിസൺ ക്യാൻ ലിവ് വിത്ത് ഡിഗ്നിറ്റി. എല്ലാവർക്കും ഭയങ്കര അന്തസ്സോടെ, ഡിഗ്നിറ്റി മീൻസ് അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു നേഷൻ ആക്കിയിട്ട് ഇന്ത്യ മാറണം എന്ന് പറയാണ്. ആൻഡ് ദ അപ്പോയിന്റഡ് ഡേ ഹാസ് കം. നെഹ്റു ഡിക്ലെയർസ് എ ലോങ് awaited day of independence has arrived. അപ്പം ഇൻഡിപെൻഡൻസിന് വേണ്ടി കാത്ത് പൊതിച്ചിരുന്ന ദിവസം എന്ത് ചെയ്യാണ്, അറ്റ് ദ ലാസ്റ്റ് ഇവിടെ എത്തിപ്പെടുകയാണ്. ആൻഡ് ദോ മെനി പ്രോബ്ലംസ് റിമെയിൻ, ദിസ് ഇസ് ദ ന്യൂ ബിഗിനിങ്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതാണ് പുതിയ തുടക്കം എന്ന് പറയുന്നത്. എ ടേണിംഗ് പോയിന്റ്. ഇതൊരു ടേണിംഗ് പോയിന്റ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണല്ലേ. ആൻഡ് ഫ്രം നൗ ഓൺ ഇന്ത്യാസ് വിൽ റൈറ്റ്
ഫ്യൂച്ചർ അലോൺ, ഇന്ത്യയുടെ ഫ്യൂച്ചർ ഒറ്റയ്ക്ക് എഴുതും. ബ്രിട്ടീഷുകാരുടെ എന്താ പറയുക അണ്ടറിലായിട്ടൊന്നും അല്ല ഇപ്പം ഇന്ത്യ ഉള്ളത്. സ്വന്തം ഇന്ത്യക്ക് വേണ്ടിയിട്ട് റൂൾ ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇസ് എ ഫേറ്റ്ഫുൾ മൊമെന്റ് ഫോർ അസ് ഇൻ ഇന്ത്യ. ഹി കോൾസ് ദിസ് ഹിസ്റ്റോറിക് മൊമെന്റ്. ഇതൊരു ഹിസ്റ്റോറിക് മൊമെന്റ് ആണെന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ഹോൾ ഏഷ്യയിലും ഹോൾ വേൾഡിൽ തന്നെ ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ് ഇതെന്ന് പറയാണ്. ഭയങ്കര പ്രൈഡോടെയാണ് ഇത് പറയണത് അല്ലേ. അത് ഭയങ്കര പ്രൗഡ് ഉണ്ടായേക്കാം. ആൻഡ് ന്യൂ hope rises with India's freedom and he prays that this hope will never be lost. ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ പ്രതീക്ഷ കൊണ്ട് ഇത്രയും എത്തി, ഇനിയും അങ്ങോട്ടേക്കും നല്ലത് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിക്കുകയാണ്. ഈവൻ ദോ ദ നേഷൻ ഫേസസ് സോറോ ആൻഡ് ചാലഞ്ചസ്, ഫ്രീഡം ഗിവ്സ് പീപ്പിൾ ദ സ്ട്രെങ്ത് ടു ഓവർകം ദം. അപ്പം ഈവൻ ദോ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തു, സങ്കടങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രീഡം അവർക്ക് എന്ത് കൊടുക്കാണ്, സ്വാതന്ത്ര്യം എന്ത് കൊടുക്കാണ്, ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കാണ്, സ്ട്രെങ്ത് കൊടുക്കാണ് ചെയ്യുന്നത്. ആൻഡ് ഓൺ ദിസ് ഡേ അവർ ഫസ്റ്റ് തോട്ട്സ് ടു ഗോ ടു ദ ആർക്കിടെക്ട് ഓഫ് ദിസ് ഫ്രീഡം. ആൻഡ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രിബ്യൂട്ട് കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിക്കാണ്. നമ്മുടെ മഹാത്മാഗാന്ധിനെ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു അഡ്രസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗാന്ധിജീൻ്റെ മെസ്സേജ് ഫോർ പീസ്, കറേജ് ആൻഡ് ഹ്യൂമിലിറ്റി ഗൈഡഡ് പീപ്പിൾ. നമ്മൾ സമാധാനത്തോടെ നേരിടണം, അല്ലാണ്ട് ഹിംസയായിട്ടില്ല, അഹിംസയിലൂടെ നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. നോൺ വയലൻസ്, ഹി ആസ്ക്ഡ് us ടു ഫൈറ്റ് ത്രൂ നോൺ വയലൻസ്. നോൺ വയലൻസിലൂടെ ഫൈറ്റ് ചെയ്യണം, ഓർ അഹിംസയിലൂടെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് നെഹ്റു അഡ്മിറ്റ്സ് ദേ വർ നോട്ട് ഓൺലി ഐഡിയൽ ഫോളോവേഴ്സ് ബട്ട് പ്രോമിസസ് ദാറ്റ് മെസ്സേജ് വിൽ ലിവ് ഓൺ ഫോർ എവർ. ഒരുപാട് കാലം ഇതേപോലെ തന്നെ ജീവിക്കുക എന്നുള്ളൊരു പ്രോമിസ് ആണ് അതെന്ന് പറയാണ്. ആൻഡ് അവർ നെക്സ്റ്റ് തോട്ട് മസ്റ്റ് ബി അൺനോൺ വോളണ്ടിയേഴ്സ്. ഹി റിമെമ്പേഴ്സ് ദ അൺനെയിംഡ് ഫ്രീഡം ഫൈറ്റേഴ്സ്. പേരറിയാത്ത ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്. അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തു, എന്ത് ചെയ്തു, ബലി കൊടുത്തിട്ട് അവരുടെ ജീവിതം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ബലി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവർ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലൊരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ആലോചിക്കാം. ആൻഡ് ഹി ഓൾസോ എക്സ്പ്രസ് സോറോ ഫോർ ഇന്ത്യാസ് സെപ്പറേറ്റഡ് ബൈ ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് അഷ്യൂറിംഗ് ദാറ്റ് ദേ സ്റ്റിൽ ബിലോങ് ടു ഇന്ത്യ. പൊളിറ്റിക്കൽ ബൗണ്ടറീസ് കൊണ്ട് ഇന്ത്യയുടെ ഭാഗം അല്ലാണ്ടിരുന്ന ആൾക്കാരെ പോലും ജവഹർലാൽ നെഹ്റു എന്ത് പറയാണ്, അവരിപ്പോഴും ഇന്ത്യയുടെ പാർട്ടാണെന്ന് പറയാണ്. ആൻഡ് ദ ഫ്യൂച്ചർ ബെക്കോൺ ടു അസ്. നെഹ്റു ഔട്ട്ലൈൻസ് ദിസ് വിഷൻ ഓഫ് ഇന്ത്യസ് ഫ്യൂച്ചർ ടു ബ്രിങ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് ടു എവറി കോമൺ പേഴ്സൺ, എസ്പെഷ്യലി ഫാമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അപ്പം ഫാമേഴ്സിനും വർക്കേഴ്സിനും സ്പെഷ്യലി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അവർക്ക് നീതി വേണം. ജസ്റ്റിസ് മീൻസ് നീതി കൊടുക്കണം. അവർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, മീൻസ് അവസരങ്ങൾ കൊടുക്കണം. അവർ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറയണം. ഇന്ത്യ must build institutions that support democracy and fairness for all. എല്ലാവർക്കും ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു റൂള് വരണം എന്ന് പറയാണ്. And we have hard work ahead. He wants that India's work is not done. ഇന്ത്യൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്താ ചെയ്യുന്നത്, നമ്മൾ ഇനിയും എന്ത് ചെയ്യാനുണ്ട്, പോരാടാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇന്ത്യയുടെ ആൾക്കാരെ വിളിക്കുകയാണ്. ഹി കോൾസ് ഓൺ പീപ്പിൾ ടു റിജക്ട് നാരോ മൈൻഡഡ്നെസ് ആൻഡ് കമ്മ്യൂണലിസം ആൻഡ് ഇൻസ്റ്റഡ് പ്രൊമോട്ട് നാഷണാലിറ്റി ആൻഡ് യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണലിസം ഒക്കെ മാറ്റി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യണം, നമ്മൾ യൂണിറ്റീനെ, ഒത്തൊരുമേനെ ഫോക്കസ് ചെയ്യണമെന്ന് പറയാണ്. ആൻഡ് ടു ദ നേഷൻസ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്, നെഹ്റു സെൻഡ്സ് ഗ്രീറ്റിംഗ്സ് ടു അതർ കൺട്രീസ് ആൻഡ് പ്രോമിസസ് ദാറ്റ് ഇന്ത്യ വിൽ സപ്പോർട്ട് ഗ്ലോബൽ പീസ്, ഡെമോക്രസി ആൻഡ് കോപ്പറേഷൻ. ഇന്ത്യ ഗ്ലോബൽ പീസ്, ലോകമൊട്ടാകെയുള്ള സമാധാനത്തിനും ഡെമോക്രസിക്കൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് പറയാണ്. ആൻഡ് ടു ഇന്ത്യ ആർ മച്ച് ലവ്ഡ് മദർ ലാൻഡ്. എന്താ വിളിക്കുന്നത്, മദർ ലാൻഡ് എന്നല്ലേ വിളിക്കുന്നത്. ഇന്ത്യനെ വിളിച്ചിട്ടുള്ളതാണ് എന്ത്, മദർ ലാൻഡ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇൻ ദ ഫൈനൽ ലൈൻസ് നെഹ്റു expresses his love and devotion to India, calling her ancient, eternal and always. എന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾ നിലനിൽക്കുന്ന, ഇറ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമില്ലാത്ത ഒരു ആളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ആൻഡ് ദ പീപ്പിൾ ബൈൻഡ് ദംസെൽസ് അഗൈൻ ഇൻ സർവീസ് ടു ദെയർ മദർ ലാൻഡ്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന മദർ ലാൻഡിനോട് എന്താണ് ഭയങ്കര ബൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ബൗണ്ടഡ് ആയിട്ട് നിൽക്കണം നമ്മുടെ മനുഷ്യന്മാരും അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആള് ജയ് ഹിന്ദ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പീച്ച് ആള് അവസാനിപ്പിക്കുന്നത്. ആൻഡ് കൺക്ലൂഷനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സമ്മറി പോലെ പറഞ്ഞുതരാം. ട്രിസ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ സ്പീച്ച് അല്ല, റാദർ ഒരു വിഷണറി ഡോക്യുമെൻ്റ് ആണ്. അതായത് ഒരുപാട് ഇമോഷനും നമ്മുടെ പ്രൈഡായിട്ട് ഭയങ്കര പ്രൗഡായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, അഭിമാനത്തോടെ ഇത് പറയുന്നത്. ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷയുണ്ട്, റെസ്പോൺസിബിലിറ്റി, ചുമതലകളുണ്ട്. ഇതൊക്കെ നെഹ്റു സെലിബ്രേറ്റ് ചെയ്യാണ് ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഓൾസോ റിമെയിൻസ് ഫ്രീഡം. ജസ്റ്റ് നമ്മളിൽ ഇപ്പം
കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇനിയും അതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയാണ്. നേഷൻ, വി ഹാവ് ടു സെർവ് ദ നേഷൻ സെൽഫ്ലെസ്ലി. നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് നേഷന് സെർവ് ചെയ്യണം, ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണം, ആൻഡ് എന്ത് ചെയ്യണം, വെൽഫെയറിന് വേണ്ടിയിട്ട്, ഓരോ സിറ്റിസൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പണിയെടുക്കണം എന്ന് പറയാണ്. ആൻഡ് ഹിസ് മെസ്സേജ് ഓഫ് യൂണിറ്റി, peace and hard work continues to inspire India and world even today. ഇപ്പോഴും നമ്മളുടെ രാജ്യത്തിൽ ഇപ്പോഴും കൺസിഡറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഹ്റുവിൻ്റെ വേർഡ്സ് നമ്മൾ ഓർക്കണം, അതിനിപ്പോഴും റെലവൻസ് ഉണ്ടെന്ന് പറയാണ്. സോ ദിസ് ഈസ് ബേസിക്കലി സ്പീച്ച്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പൊളിറ്റിക്കൽ, പക്ഷേ എന്താണ്, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയില്ല, ഭയങ്കര ഇമോഷണൽ കൈൻഡ് ഓഫ് സ്പീച്ചാണ്. അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ഇസ് ഫോർ മഹാത്മാഗാന്ധി. ഫ്രീഡം കംസ് വിത്ത് വാട്ട്, responsibility, and freedom and power comes with responsibility. And also Gandhiji's dream, which was to wipe off the tears from every eyes, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. So this is all about our today's class. Thank you.